الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, മാസപ്പിറവിയുടെ വിഷയത്തിലുള്ള ഈ ചർച്ച വളരെ പഴക്കമുള്ളതാണ്. നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന മസ്അലയാണിത്. ഈ ഒരു മസ്അല ഇജ്തിഹാദിയായ മസ്അലയായിട്ട് നാം മനസ്സിലാക്കണം. ഗവേഷണത്തിന് വിധേയമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ യാതൊരു ഭിന്നിപ്പും കുഴപ്പവും പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഇജ്തിഹാദിയായ മസ്അലയാണിത്. അതോടൊപ്പം തന്നെ മുസ്ലിം കൂട്ടായ്മ, മുസ്ലിം ജമാഅത്ത് പരിഗണിച്ചുകൊണ്ടുള്ള നിലപാട് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിച്ചൊരു വിഷയം കൂടിയാണിത്. ഒരു നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഖാദി വിശ്വസ്തരുടെ കാഴ്ച പരിഗണിച്ചുകൊണ്ട് തന്നെ മാസപ്പിറവി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ആ നാട്ടിൽ നോമ്പെടുക്കുകയും അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ കൂടെയാണ് ആ നാട്ടുകാർ കൂടേണ്ടത്. ആ മുസ്ലിം ജമാഅത്ത് പരിഗണിക്കപ്പെട്ടതാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ വൽ അദ്ഹ യൗമ തുദഹൂൻ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. അതായത് നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസമാണ് നോമ്പ്, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ, അതേപോലെ ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ബലി പെരുന്നാൾ. ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നു, ഇന്നമാ മഅന ഹാദാ അസ്സൗമു വൽ ഫിത്റു മഅൽ ജമാഅത്തി വഇദമിൻ നാസ്. ഇതിന്റെ അർത്ഥം നോമ്പും പെരുന്നാളും ഒക്കെ ജമാഅത്തിന്റെ കൂടെ, വലിയ ജനക്കൂട്ടത്തിന്റെ കൂടെ, ജമാഅത്തിന്റെ കൂടെയാണ് നാം കൂടേണ്ടത് എന്ന കാര്യം പഠിപ്പിക്കുന്ന ഹദീസാകുന്നു ഇത്. മാത്രമല്ല പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് മാസപ്പിറവി വീക്ഷിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ജനങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് നോമ്പെടുക്കാനോ അല്ലെങ്കിൽ നോമ്പ് മുറിക്കുവാനോ പാടുണ്ടോ എന്നൊരു മസല പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. മുഹഖ്ഖീങ്ങളായ ഒരു കൂട്ടം പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടെന്താണ്? ജനങ്ങളുടെ കൂടെ, ജമാഅത്തിന്റെ കൂടെയാണ് കൂടേണ്ടത്. ജനങ്ങളുടെ കൂടെ നോമ്പെടുക്കുകയും ജനങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതാണ് ഹദീസ് അറിയിക്കുന്നത്, പ്രമാണം അറിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ, മുസ്ലിം ജമാഅത്തിന്റെ കൂടെ നോമ്പ് നോക്കുക, അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുക. ഒരു നാട്ടിൽ ഖാദിയുടെ പ്രഖ്യാപന പ്രകാരം മുസ്ലിമീങ്ങൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ കൂടേണ്ടതാണ്. അവിടെ കൂടെ യോജിച്ചുകൊണ്ട് നോമ്പെടുക്കുക, പെരുന്നാൾ ആഘോഷിക്കുക. അവിടെ മറ്റുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ചോദിക്കപ്പെട്ടു, ഒരാൾ സ്വന്തമായി ഹിലാൽ കണ്ടു, വീക്ഷിച്ചു, അയാൾക്കത് ഉറപ്പായി. വസുഇല ഖദ്ദസല്ലാഹു റൂഹഹു അൻ റജുലിൻ റഅൽ ഹിലാല വഹ്ദഹു വതഹഖഖ الرؤيا فهل له ان يفطر وحده او يصوم وحده او مع جمهور الناس. ഒരാൾ സ്വന്തമായി ഹിലാൽ കണ്ടു, അയാൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒറ്റയ്ക്ക് നോമ്പെടുക്കുവാനും പെരുന്നാൾ ആഘോഷിക്കുവാനും പറ്റുമോ? അതല്ല ജനങ്ങളുടെ കൂടെയാണ് അതൊക്കെ ചെയ്യേണ്ടത്? മുസ്ലിം ജമാഅത്തിന്റെ കൂടെ കൂടി നോമ്പെടുക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യേണ്ടതാണോ? അതല്ല ഒറ്റയ്ക്ക് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രബലമായ അഭിപ്രായം പറയുന്നു. മൂന്നാമത്തെ അഭിപ്രായം, യസൂമു മഅന്നാസി വയുഫ്തിറു മഅന്നാസ് വഹാദാ അദ്ഹറുൽ അഖ്വാൽ. ജനങ്ങളുടെ കൂടെ നോമ്പെടുക്കുകയും ജനങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക, ഇതാകുന്നു അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമായത്. അതിനുള്ള തെളിവെന്താണ്? ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സൗമുക്കും യൗമ തസൂമൂൻ വഫിത്റുക്കും യൗമ തുഫ്തിറൂൻ വഅദ്ഹാക്കും യൗമ തുദഹൂൻ. അപ്പൊ നിങ്ങളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നോമ്പെടുക്കുന്ന ദിവസമാണ് നിങ്ങളുടെ നോമ്പ്, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ, അതേപോലെ ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ബലി പെരുന്നാൾ. ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യമായ ഹദീസാണിത്. എന്നിട്ട് ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ ആശയം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നമാ മഅനാ ഹാദാ അസ്സൗമു വൽ ഫിത്റു മഅൽ ജമാഅത്തി വഇദമിൻ നാസ്. ഇതിന്റെ ആശയം എന്താണ്? അതായത് നോമ്പും പെരുന്നാളും ഒക്കെ ജമാഅത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് ആഘോഷിക്കേണ്ടതാണ്, പെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ്, നോമ്പ് നോക്കേണ്ടതാണ്. വഇദമിൻ നാസ്, അതായത് ജനങ്ങളിൽ വലിയ കൂട്ടായ്മയോട് കൂടെ കൂടിക്കൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷിക്കുകയും അതേപോലെ നോമ്പിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതാണ് സഹോദരന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഒരു കാര്യം പ്രത്യേകം ഞാൻ ഈ ഒരു ചർച്ചയുടെ ആരംഭത്തിൽ നസീഹത്തായി സാന്ദർഭികമായിട്ട് ഇവിടെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതിയുടെ അംഗങ്ങളായ കിബാറുൽ ഉലമാ, വലിയ പണ്ഡിതന്മാർ പുറത്തിറക്കിയ ഫത്വയാണല്ലോ ഫതാവ ലജ്ന ദായിമ. അതിൽ ഇതേപോലെ ഒരു നസീഹത്ത്, ഉപദേശം മുസ്ലിമീങ്ങൾക്ക് നൽകുന്നുണ്ട്. അതും സന്ദർഭോചിതമാണ്. അതായത് പണ്ഡിതന്മാര്, സൗദി കിബാറുൽ ഉലമാ ഈ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്. അതായത് ഈ ദീനുൽ ഇസ്ലാം ആരംഭിച്ച് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞല്ലോ, പിന്നിട്ടല്ലോ. ലാ നഅലമു ഫീഹാ ഫത്രതൻ ജറാ ഫീഹാ തൗഹീദുൽ ഉമ്മത്തിൽ ഇസ്ലാമിയ്യത്തി അലാ റുഅയത്തിൻ വാഹിദ. ഒരൊറ്റ കാഴ്ചയുടെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ലോക മുസ്ലിം ഉമ്മത്തിനെ ഏകീകരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയില്ല. ഒരു റുഅയത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിനെ മൊത്തം എല്ലാവരും ഏകീകരിച്ചു കൊണ്ടുള്ള ഒരു നിലപാട്, സന്ദർഭം നമുക്കറിയുകയില്ല.
അതുകൊണ്ട് തന്നെ ഫഇന്ന അഅ്ദാഅ മജ്ലിസി ഹൈഅത്തി കിബാരിൽ ഉലമാ യറൗന ബഖാഅൽ അംരി അലാ മാ കാന അലൈഹി വഅദമ ഇസാറതി ഹാദൽ മൗദൂഅ്. അതുകൊണ്ട് തന്നെ കിബാറുൽ ഉലമാ അഭിപ്രായപ്പെടുന്നത് ഇപ്പം മുസ്ലിമീങ്ങൾ ചെയ്യുന്ന നിലപാട് എന്താണോ അത് സ്വീകരിച്ചു കൊള്ളുക. ഈ ഒരു വിഷയത്തിൽ ഇഷ്കാലുണ്ടാക്കാതെ, തശ്വീഷ് ഉണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണം. ഓരോ രാഷ്ട്രത്തിനും, മുസ്ലിം രാഷ്ട്രത്തിനും അവരുടെ പണ്ഡിതന്മാരുടെ ഇജ്തിഹാദിനനുസരിച്ച് ഈ സ്വീകരിച്ച വ്യത്യസ്തമായ നിലപാടുകളുടെ വെളിച്ചത്തിൽ, പണ്ഡിതന്മാര് പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ തെരഞ്ഞെടുക്കുന്ന അഭിപ്രായം അനുസരിച്ച് മുസ്ലിമീങ്ങൾ, ആ നാട്ടിൽ മുസ്ലിമീങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണോ അത് സ്വീകരിച്ചു കൊള്ളുക. അവിടെ പിന്നീട് തശ്വീഷ് ഉണ്ടാക്കാനോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുത്തിപ്പൊക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനൊന്നും പാടില്ല എന്ന നസീഹത്തും ഇവിടെ സാന്ദർഭികമായി ഉദ്ധരിക്കുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ചർച്ചാ വിഷയം എന്താണ്? അതായത് ഇഖ്തിലാഫുൽ മഖാരിഅ് മാസപ്പിറവിയുടെ വിഷയത്തിൽ പരിഗണിക്കപ്പെട്ടതാണോ, അഥവാ മാസപ്പിറവിയുടെ നിർണയ സ്ഥാനത്തിലുള്ള വ്യത്യാസത്തെ പരിഗണിക്കേണ്ടതുണ്ടോ, പരിഗണിക്കേണ്ടതില്ലേ? അഥവാ ഒരു മുസ്ലിം നാട്ടിൽ മാസപ്പിറവി വീക്ഷിച്ചു കഴിഞ്ഞാൽ അത് മറ്റു നാടുകൾക്ക് ബാധകമാണോ, മറ്റു മുസ്ലിമീങ്ങൾക്ക് ഇത് ബാധകമാണോ, അതല്ല പ്രാദേശികമായ മാസപ്പിറവിയാണോ പരിഗണിക്കേണ്ടത്? ഒരു പ്രദേശത്ത്, ഓരോ പ്രദേശത്തും അവരവരുടെ മാസപ്പിറവിയാണോ നാം പരിഗണിക്കേണ്ടത്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ധാരാളം പണ്ഡിതന്മാർ ഒന്നാമത്തെ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അഥവാ ഒരു നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, മാസം കണ്ടു കഴിഞ്ഞാൽ അത് മറ്റു നാടുകൾക്കൊക്കെ ബാധകമാണ്. അവർ തെളിവാക്കുന്നത് സൂമൂ ലി റുഅ്യതിഹി വഅഫ്തിറൂ ലി റുഅ്യതിഹി. അതായത് നിങ്ങൾ ഹിലാൽ ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് എടുത്തുകൊള്ളുക, നിങ്ങൾ ഹിലാൽ ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് മുറിച്ചുകൊള്ളുക. അപ്പൊ ഈ ഹദീസ് ആമാണ്, അത് ഒരു നാട്ടിൽ മാത്രം ഒതുക്കാൻ പറ്റുകയില്ല, മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അത് ബാധകമാണ് എന്ന ഉമൂമിനെ പരിഗണിച്ചുകൊണ്ടാണ് ധാരാളം പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. എന്നാൽ ഈ അഭിപ്രായത്തെ മുഹഖിഖീങ്ങളായ പല പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. മറിച്ച് പ്രഗത്ഭരായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പല പണ്ഡിതന്മാരും അതിനെ ഗണ്ണിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ, മുഹമ്മദ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ ശർഹ് ബുലൂഗിൽ മറാമിൻ 3-ാം വാള്യം 161-ാമത്തെ പേജ് കാണാൻ സാധിക്കും. വലാകിൻ ആറദഹും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വജമാഅ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഒരു കൂട്ടം പണ്ഡിതന്മാരും അതിനെതിരായി പറഞ്ഞിട്ടുണ്ട്. വഖാല ഇന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ റഅയ്തുമൂഹു വൽ ജമാഅത്തുൽ ബഈദൂന അൻ മത്ലഇൽ ഹിലാൽ ഫീ ഹാദൽ മകാനി ലം യറൗഹു ലാ ഹഖീഖതൻ വലാ ഹുക്മാ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കണം, നിങ്ങൾ നോമ്പ് മുറിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ആ നാട്ടിൽ നിന്ന് വിദൂരപ്പെട്ടിരിക്കുന്ന, വിദൂര നാടുകളിൽ ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ജമാഅത്തെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിലാൽ കണ്ടിട്ടില്ല, അവർ മാസപ്പിറവി ദർശിച്ചിട്ടില്ല, അത് ഹഖീഖത്തായിട്ടും അതേപോലെ ഹുക്മായിട്ടും കണ്ടിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാസം കണ്ടാൽ എന്ന ഹദീസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഏതിപ്പോൾ നബി പറഞ്ഞല്ലോ, ഇദാ അഖ്ബലൽ ലൈലു മിൻഹാ ഹുനാ, ഇതിലൂടെ രാത്രി ആഗതമാകുകയും വഅദ്ബറൻ നഹാറു മിൻഹാ ഹുനാ, ഇതിലൂടെ പകല് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ വഗറബത്തിശ് ശംസു, സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് അഫ്തറ സായിം, അപ്പൊ സൂര്യൻ അസ്തമിച്ചാൽ നോമ്പുകാരൻ നോമ്പ് തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഫഹൽ അൻതും തഖൂൽ, ഷെയ്ഖ് പറയാണ്, നിങ്ങൾ ഇപ്രകാരം പറയുമോ? ഇദാ ഗറബത്തിശ് ശംസു ഇൻദ ഖൗമിൻ ജാസ ലിൽ ആഖരീന അൻ യുഫ്തിറു വലൗ കാനത്തിശ് ശംസു ലം തഗിബ്. അപ്പോൾ ഒരു ജനതയ്ക്ക്, ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, എന്നാൽ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള സൂര്യൻ അസ്തമിക്കാത്ത പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഇത് ബാധകമാകുമോ? അതേപോലെ തന്നെയാണ് മാസപ്പിറവിയുടെ വിഷയത്തിലും. അപ്പൊ ഈ ഹദീസ് ഒരിക്കലും ഉമൂം അറിയിക്കുന്നില്ല, ഈ ഹദീസ് ആമല്ല, ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബാധകമായ വിഷയമാണത്, അത് എല്ലാ നാടുകൾക്കും ആമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നതിന് പണ്ഡിതന്മാര്, പ്രഗത്ഭരായ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാര് പറഞ്ഞ തെളിവും ന്യായവുമാണ് ഇപ്പോൾ ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിർദ്ദേശം സൂമൂ ലി റുഅ്യതിഹി വഅഫ്തിറൂ ലി റുഅ്യതിഹി എന്നത് ആമല്ല, അത് പൊതുവായ ഒരു നിർദ്ദേശമല്ല. കാരണം ഒരു നാട്ടിൽ മാസപ്പിറവി ദർശിച്ചാൽ അവരിൽ നിന്ന് വിദൂരപ്പെട്ടിരിക്കുന്ന നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബാണ്, അവരിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ മറഞ്ഞ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് എല്ലാവർക്കും അത് ബാധകമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ നിർദ്ദേശം ആ നാട്ടുകാർക്ക്, ആ പ്രദേശത്തുകാർക്ക് ബാധകമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ വന്ന രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? പ്രാദേശികമായ കാഴ്ചയാണ് നാം പരിഗണിക്കേണ്ടത്. അപ്പൊ ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള നാട്ടുകാർക്ക് അത് ബാധകമല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, ولهذا كان الصواب ما اختاره شيخ الإسلام ابن تيمية رحمه الله من أنه إن اتفقت المطالع لزم الصوم أو الفطر وإلا فلا. അതായത് മാസപ്പിറവിയുടെ നിർണയ സ്ഥാനങ്ങൾ യോജിക്കുന്ന നാടുകൾ സംബന്ധിച്ചിടത്തോളം, പ്രദേശങ്ങൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമാണ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ പെരുന്നാൾ ആഘോഷിച്ചാൽ അവർ പരസ്പരം പെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ് യോജിച്ചുകൊണ്ട്. അതല്ല, മാസപ്പിറവിയുടെ മതാലിഇന്റെ വിഷയത്തിൽ യോജിപ്പില്ലെങ്കിൽ, ഇഖ്തിലാഫ് ഉണ്ടെങ്കിൽ അത് അവർക്ക് ബാധകമല്ല. അപ്പൊ ഈ നിലക്ക് മതാലിഇന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായ കാഴ്ചയാണ് നാം പരിഗണിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് പ്രബലം. അതിനുള്ള തെളിവ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്.
അതായത് ഖുറൈബ് ഉദ്ധരിച്ച ഹദീസ് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ സഹീഹ് മുസ്ലിമിലും മറ്റു പണ്ഡിതന്മാർ ഇമാം തിർമിദി ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇമാം തിർമിദി റഹ്മഹുല്ലാ ജാമിഇൽ ഉദ്ധരിച്ച ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇമാം തിർമിദി റഹ്മഹുല്ലാ ഖുറൈബിന്റെ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഇമാം തിർമിദിയുടെ ജാമിഇൽ നിന്ന് ഉദ്ധരിക്കാനുള്ള കാരണം. എന്താണ് ഹദീസ്? ഖുറൈബ് റഹ്മഹുല്ലാ പറയുകയാണ്, ഞാൻ ഷാമിലെത്തി. അങ്ങനെ ഷാമിലെത്തിയപ്പോൾ റമദാൻ മാസത്തിന്റെ മാസപ്പിറവി കണ്ടു. ഫറഅയ്നൽ ഹിലാല ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിൽ ഹിലാൽ ഞാൻ കണ്ടു. ثم قدمت المدينة في آخر الشهر فسألني ابن عباس ثم ذكر الهلال فقال متى رأيتم الهلال. അങ്ങനെ മാസാവസാനം ഞാൻ മദീനയിലേക്ക് വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, മതാ റഅയ്തുമുൽ ഹിലാൽ, നിങ്ങൾ എപ്പോഴാണ് മാസം കണ്ടത്? ഫഖുൽതു റഅയ്നാഹു ലൈലത്തുൽ ജുമുഅ, അതായത് വെള്ളിയാഴ്ച രാവിലാണ് നാം കണ്ടത്. ഫഖാല അഅൻത റഅയ്തഹു ലൈലത്തുൽ ജുമുഅ? ഫഖുൽതു റആഹു الناس وصاموا وصام معاوية, അതായത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ജനങ്ങൾ നോമ്പെടുത്തു. വെള്ളിയാഴ്ച രാവിൽ ഹിലാൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നോമ്പെടുക്കുകയും മുആവിയ റളിയല്ലാഹു അൻഹും നോമ്പെടുത്തു. قال لكن رأيناه ليلة السبت فلا نزال نصوم حتى نكمل 30 يوما أو نراه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഞങ്ങളാകട്ടെ ശനിയാഴ്ച രാവിലാണ് ഞങ്ങൾ കണ്ടത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ നോമ്പുകാരാണ്. ഞങ്ങൾ ഒന്നുകിൽ 30 ദിവസം പൂർത്തീകരിക്കുകയോ അല്ലെങ്കിൽ മാസം കണ്ടതിന് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യും. അപ്പോൾ ഖുറൈബ് ചോദിച്ചു, ഫഖുൽതു അലാ തക്തഫി ബിറുയതി മുആവിയ വസിയാമിഹി, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മാസപ്പിറവിയെ താങ്കൾ പരിഗണിക്കുന്നില്ലയോ? അതിന്റെ അടിസ്ഥാനത്തിൽ ആ നോമ്പ് എടുത്തത് താങ്കൾ പരിഗണിക്കുന്നില്ലയോ? ഖാല ലാ, അല്ല, ഞങ്ങൾ പരിഗണിക്കാൻ പറ്റില്ല. ഹാകദാ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാകദാ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്, ഞങ്ങളെ കൽപ്പിച്ചത് ഇപ്രകാരമാകുന്നു എന്ന് പറഞ്ഞാൽ ഷാം എന്ന് പറഞ്ഞാൽ മദീനയെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രദേശമാണ്. അപ്പോ ഇഖ്തിലാഫുൽ മതാലിഇന്റെ അടിസ്ഥാനത്തിൽ, മാസപ്പിറവിയുടെ നിർണായക സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടേതായ കാഴ്ച, അവർക്ക് അവരുടേതായ റൂയത്തുണ്ട്. ഞങ്ങൾ മദീനവാസികൾക്ക് ഞങ്ങളുടേതായ കാഴ്ച വേറെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇഖ്തിലാഫുൽ മതാലിഇ പരിഗണിച്ചുകൊണ്ട് തന്നെ ഓരോ നാട്ടിലും പ്രാദേശികമായ കാഴ്ചയെ പരിഗണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എന്ന ആശയമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇവിടെ വിശദീകരിക്കുന്നത്. ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം എന്താ പറയുന്നത്? വൽ അമലു അലാ ഹാദൽ ഹദീസ് ഇൻദ അഹ്ലിൽ ഇൽമി. ശ്രദ്ധിക്കണം, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാരെ അമൽ ചെയ്തിട്ടുള്ളത്. എന്താണ് അമല്? അന്ന ലികുല്ലി അഹ്ലി ബലദിൻ റുയതഹും, ഓരോ നാട്ടുകാർക്കും അവരുടേതായ റുയത്ത്, ദർശനമുണ്ട്, കാഴ്ചയുണ്ട്. ഇപ്രകാരമാകുന്നു അഹ്ലുൽ ഇൽം പഠിപ്പിക്കുന്നത് എന്ന്. അഹ്ലുൽ ഇൽമിന്റെ പണ്ഡിതന്മാരുടെ അമല് ഇപ്രകാരമാകുന്നു. ആരാണ് ഈ അഹ്ലുൽ ഇൽം സഹോദരന്മാരെ? പൂർവികരായ സഹാബികളും താബിഈങ്ങളും സലഫുകളും. അപ്പൊ സലഫിന്റെ അമല് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്? അന്ന ലികുല്ലി അഹ്ലി ബലദിൻ റുയതഹും. അത് മാത്രമല്ല, ഇത് ഹദീസാകുന്നു. ഇബ്നു അബ്ബാസിന്റെ സ്വന്തം വക ഇജ്തിഹാദാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും അവഗണിച്ച് കളയുകയും ദുർബലപ്പെടുത്താറും ചെയ്യാറുണ്ട്. അതൊക്കെ ബാലിശമായ വാദമാണ്. ഇത് ഹദീസാകുന്നു. മാത്രമല്ല, പൂർവികരായ ഹിജ്റ 279 വഫാത്തായ ഇമാം തിർമിദി പറയാണ്, അതായത് അഹ്ലുൽ ഇൽം ഇപ്രകാരം അമൽ ചെയ്തിട്ടുണ്ട്. ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയാണ്, മാസപ്പിറവിയാണ് ഉള്ളത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ രണ്ട് അഭിപ്രായങ്ങളും പണ്ഡിതന്മാരെ പരിഗണിച്ച ഖിലാഫാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. പക്ഷേ വിഷയങ്ങൾ പണ്ഡിതോചിതമായി വിശദീകരിക്കാനും ഗവേഷണം നടത്താനൊക്കെ പറ്റും. മറ്റുള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ മുസ്ലിം കൂട്ടായ്മയ്ക്കിടയിൽ ഭിന്നിപ്പുകളും ഉണ്ടാക്കാത്ത വിധത്തിലായിരിക്കണമെന്ന് മാത്രം. വല്ലാഹു അഅലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.